ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നുള്ളത് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോൻ്റെ ഉണ്ട് നോക്കാം. ഈവനിങ് വ്ളോഗിൽ ഞാൻ ഈ ഒരു തേങ്ങ പൊതിക്കുന്ന ഒരു ഉച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം തേങ്ങ പൊതിക്കലും അതുപോലെ തന്നെ ചിരവി എടുക്കുക അത് കൂടി ആകുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഫ്രീ ആയിരുന്നപ്പോൾ തന്നെ വേഗം തേങ്ങ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ പൊട്ടിക്കുക എന്ന് പറയുന്നുള്ളത് എനിക്ക് ഈ കത്തി വെച്ചിട്ട് പൊട്ടിക്കുക എന്ന് പറയുന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് എല്ലാ സംഭവം എനിക്ക് അറിയില്ല. പിന്നെ ഒന്നാമത് എനിക്ക് പേടി വന്നല്ല, കൈ മുറിഞ്ഞു പോകുന്നത്. അപ്പോൾ പിന്നെ തേങ്ങ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ പൊട്ടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് വാങ്ങിച്ചു. പിന്നെ ഇപ്പം കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ. ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ സ്റ്റൗ ടോപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കും. 1-2 പ്രാവശ്യം തട്ടിയാൽ തന്നെ അതൊന്ന് പൊട്ടിച്ച് വരും. പിന്നെ ഈ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എപ്പോഴാണോ എന്നറിയില്ല ആ ഒരു ഗ്രാനൈറ്റ് പൊട്ടിയെടുക്കുക. പിന്നെ തേങ്ങ ഒന്ന് കഴുകിയെടുത്തു. അതിനുശേഷം ചിരവി എടുക്കുന്നത്. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഒരു കുറച്ച് ബാക്കിയുണ്ട്, എന്നാലും ഇത് ഫുള്ളായിട്ട് തന്നെ ചിരവി എടുക്കാൻ വിചാരിച്ചു. പിന്നെ പകുതി ചിരവി പിന്നെ ബാക്കി എടുത്ത് വെക്കണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ള ചിരവ എന്ന് പറയുന്നുള്ളത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ചിരവി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ യൂസ് ചെയ്യാനും പിന്നെ അതിന് ശേഷം നമുക്ക് ഷെൽഫിലെടുത്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ചിരവയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ ചിരവ നോക്കുമ്പം എൻ്റെ കിച്ചണിൽ അത് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് സ്പേസ് ഇല്ല, എല്ലായിടത്തും കബോർഡായിട്ട് ഉണ്ട്. പിന്നെ എന്ന് പറയാൻ അതെന്തായാലും നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഇത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നാട്ടിൽ ഞാനിത് യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഇത് എനിക്ക് നല്ല കംഫർട്ടുമാണ്. അപ്പോൾ പിന്നെ ഇതങ്ങ് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ലതാണ്, ചിരവി എടുക്കാനൊക്കെ പെട്ടെന്നൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ തേങ്ങയ്ക്ക് ചിരവി ഉച്ചയ്ക്കത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ ഇതാ വൈകുന്നേരം ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചണിൽ കയറിയ പാടും കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറിക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു കറീൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലും ഒരു കുറച്ച് ക്വാണ്ടിറ്റി എങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം ഞാൻ ഇതിലുണ്ടാക്കുന്നുള്ളത് വെള്ളക്കടലയില്ലേ അത് വെച്ചിട്ടുള്ള ഒരു കുറുമ പോലെ, എന്നാൽ ആ ഒരു ടേസ്റ്റ് വരുന്ന അങ്ങനത്തെ ഉള്ളൊരു കറിയാണ്. ഞാൻ കറിക്ക് വേണ്ടിക്ക് ഒരു വലിയ സൈസ് ഉള്ളി, ഒരു വലിയ സൈസ് തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളി പിന്നെ 4-5 അല്ലി പച്ചമുളക്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും പേസ്റ്റ് ആക്കിയിട്ട് ഇടണ്ട, നമ്മൾ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള ഒരു ചെറിയ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് 2 മുട്ട എടുത്ത് പുഴുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറേ ആൾക്കാർ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഇടിമുട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി. ഇഡ്ഡലി തട്ടിൽ മുട്ടൊക്കെ ഒഴിച്ച്, പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാട്ടോ ഉണ്ടാക്കുക, വേറൊരു രീതിയിലാണ്. അപ്പോൾ അത് ഇതിൽ ഞാൻ കാണിക്കാം. പിന്നെ മുട്ടൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് പിന്നെ വേഗം പച്ചക്കറി അരിയുന്ന പരിപാടി നോക്കും. അങ്ങനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നുള്ളത് ഒരു കുക്കർ എടുക്കുക. അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ നേരത്തെ തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ കടല എടുത്തിട്ടുള്ളത് 1 കപ്പാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് കടലയ്ക്ക് ഞാനിവിടെ വേവിക്കാൻ വേണ്ടിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിനകത്തൊക്കെ നോക്കിയിട്ട് വിസിലിന് ഒരു വേരിയേഷൻ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് വിസിലടിക്കുക. പിന്നെ അപ്പോഴേക്കും ഇവിടെ മുട്ടൊക്കെ പുഴുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക.
അതിനുശേഷം പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കുക, ഒരു 4-5 വര ഇട്ട് കൊടുക്കുക. പിന്നെയെന്ന് പറയാൻ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇടിമുട്ട എന്ന് പറയുന്ന റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. നമ്മൾ വീട്ടിലൊക്കെ പൊതുവേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വര ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പുമുളകൊക്കെ പരക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് പൊരിച്ചെടുക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ചിലവരൊക്കെ ഈ ഒരു മുളക് പൊടിക്ക് പകരം കുരുമുളകിൻ്റെ പൊടിയും ആഡ് ചെയ്തിട്ട് പൊരിക്കലുണ്ട്. അതും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അറിയാമല്ലോ, മൊത്തത്തിൽ അങ്ങ് തെറിച്ച് പോവും. പിന്നെ മുളകും ഓയിലും അതൊക്കെ അങ്ങ് തെറിച്ച് പോവും. അപ്പോൾ ഈ ഒരു പാത്രത്തിലാകുമ്പം അങ്ങനെ പുറത്തേക്ക് തെറിക്കാറില്ല. അതുകൊണ്ട് പിന്നെ ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു. പിന്നെ അതിന് സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് കറിക്കുള്ള ഒരു അരപ്പായിട്ട് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ വറുക്കാനിട്ട് ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കുണ്ട് മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടിമുട്ട ഉണ്ടാക്കാൻ പൂതി വരുമ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. ഫൈസൽക്ക് വരേണ്ട ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ചൂട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി. അപ്പോഴേക്കും തേങ്ങ ഇവിടെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ഒന്ന് മാറ്റാം. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് തിക്കായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ കറിക്കുള്ള അരപ്പ് ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ കുക്കറൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എയറൊക്കെ പോയപ്പോൾ. അപ്പോൾ ഇവിടെ നല്ലപോലെ കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടോ. കുക്കറിൽ ചെയ്യുന്നതിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇതിൽ വേഗം ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഞാൻ ഇതിന് ഒന്നിച്ചുണ്ടാക്കിയെടുക്കുന്നുള്ളത് ദോശയാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് കഴിയുമ്പോൾ തന്നെ കറിയുടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു സമയം കറിക്കുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുറവായതുകൊണ്ട്. അപ്പോഴേക്കും തന്നെ വാഷ് ബേസ് നോക്കുമ്പം കുന്നുകൂടി കിടക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെയും എന്തായാലും ആവും. അപ്പോൾ ഇപ്പോൾ ഉള്ളതൊന്ന് കഴുകിയെടുക്കാൻ വിചാരിച്ചിട്ട് വേഗം എല്ലാം ഒന്ന് കഴുകിയെടുക്കുകയെന്ന്. ഇങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കുണ്ട് കറി ഒന്ന് തിക്കായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ, അടിക്ക് പിടിക്കണ്ട വിചാരിച്ചിട്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് കടലൊന്ന് വറുത്തെടുക്കാമെന്ന്. മടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഏകദേശം 2 ആഴ്ചത്തോളമായി ഇത് വാങ്ങിച്ചിട്ട് വർക്കിലേ ഇല്ല. ഒരു സൈഡിൽ മാറ്റി വെച്ച പോലേനു, ഒരു പറ്റിയ ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇതൊന്ന് വറുത്തെടുക്കാമെന്ന്. പിന്നെ ഞാൻ ഇതിന് മുമ്പും ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സഫാരിയിൽ ഓഫർ ഇട്ടപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായതാണ്. അപ്പോൾ വറുത്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ടേസ്റ്റ് ഉണ്ടാകാനല്ലോ നമ്മൾ പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് നോക്കി. പിന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. കുറേ ആയി വിചാരിക്കുന്നത്. ഈസി ആയിട്ട് കഴിയും. നാട്ടിലെ പോലെ നമ്മൾ മണ്ണിലിട്ട് ഇളക്കി അങ്ങനെയല്ല കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. സാധാ ഒരു സോസ് പാനിൽ ഇതൊന്നിട്ടിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വെക്കും. അതിനുശേഷം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്ന് ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നുള്ളത്. ഇനി പിന്നെ കടല നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോഴൊന്നും ആവില്ല, ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കൂ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വേഗം ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ദോശൻ്റെ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ദോശ ചുടാനൊക്കെ. അപ്പോൾ പിന്നെ അങ്ങ് ദോശ ചുട്ടെടുക്കുന്നത്. ഞാൻ പൊതുവേ ദോശ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം 2 ഫ്രൈ പാൻ വെച്ചിട്ട് അങ്ങനെ എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ പെട്ടെന്ന് കഴിയുമല്ലോ. ഇനിയിപ്പം സൈഡിൽ കടല വറുക്കാൻ വെച്ചുകൊണ്ടാണ് പിന്നെ ഒരു പാന് വെക്കാത്തത്. അല്ലെങ്കിൽ പിന്നെ വേഗം കഴിയുന്ന പണി നോക്കും. ഇന്ന് ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശ ചുടുന്നത് അവിടെ മാറ്റി വെച്ചിട്ടോ. എന്താണെന്ന് വെച്ചാൽ നിർത്തി വെച്ച്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഫുള്ളായിട്ട് തീർന്നിട്ടാണ് ഉള്ളത്. വെള്ളം എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ടൈം നോക്കിയപ്പോൾ അവിടെ 12 മണി വരെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്.
പക്ഷേ റിസ്കിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോവുകയെന്ന് നമ്മൾ കച്ചാർ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പകുതിക്ക് എത്തുമ്പോഴാണ് ഓർമ്മ വന്നുള്ളത് നമ്മൾ എന്തിനാണോ പോകുന്നത്, വെള്ളം എടുക്കാനാണ് പോകുന്നുള്ളത്. പക്ഷെ നമ്മൾ ക്യാനൊന്നും എടുക്കാണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ആദ്യം നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി പിന്നെ ക്യാനൊക്കെ എടുത്തു. അങ്ങനെ വരെയെന്ന് എന്താ അന്നേരം വെള്ളത്തിന് പിന്നെ നമ്മൾ പോകേണ്ടി വരൂലേ? ഇതാന്ന് എത്തിന്നു ഇങ്ങനത്തെ ആല അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പൊ ഞാൻ എടുത്തിച്ചെല്ലാം വരാനാ? അങ്ങനെ പിന്നെ ക്യാനൊക്കെ എടുത്തു നേരെ അജ്മാനിലോട്ടേക്ക് വിട്ടു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അജ്മാനിൽ നിന്ന് വെള്ളമെടുക്കൽ അവിടെ റേറ്റ് കുറവായിട്ട് നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ എടുക്കൽ ഇതില്ല എന്ന് പറയുന്ന അവിടെ നിന്ന് അതിന് വെള്ളം എടുത്തിട്ടുണ്ടായത്. പിന്നെ കഴിഞ്ഞ ആഴ്ച പോയപ്പം അവിടെ പൂട്ടിയോണ്ട് നമ്മൾ ബാക്ക് സൈഡ് പോയിട്ട് അവിടെ ഒരു മലയാളീൻ്റെ ഷോപ്പായിരുന്നു, അപ്പോൾ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അവിടത്തേക്കാണ് പോകുന്നുള്ളത്. പിന്നെ ദിച്ചിൽ തന്നെ വെച്ചിട്ട് അവിടെ റേറ്റ് കുറവാന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ നല്ല വെള്ളവും തന്നെയാണ് കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കുമായിട്ടുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കഴിയുന്നുമുണ്ട്. പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതും വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വറുക്കാൻ വെച്ച കടല നോക്കിട്ടോ, ഈ ഒരു ടൈമിൽ നമ്മൾ പോകുന്ന സമയം ഒന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഫ്ലെയിം, പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു ചൂടിലൊന്ന് ആയിക്കോട്ടെ, ആയിട്ടില്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് ഒരിക്കൽ കൂടി ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വന്ന് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഈ തൈരിൻ്റെ ബോക്സ് ഉണ്ട് കേട്ടോ, ഈ ഒരു ബോട്ടിൽ. അപ്പോൾ പിന്നെ ഞാനത് കളയലുമില്ല, എന്തെങ്കിലും ആയിട്ട് ഉപകാരപ്പെടും. പിന്നെ എന്ന് പറയുന്നത് ഇത് നല്ല തിക്കായിട്ട് നല്ലൊരു ബോട്ടിലാണ്, പെട്ടെന്നൊന്നും പൊട്ടുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ കയ്യിലുള്ള എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ വേഗം ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കലും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പകുതിക്കാണ് ദോശ ഇട്ട് വെച്ചിട്ടുണ്ടായത്, അപ്പോൾ വേഗം അതൊക്കെ ചുട്ടെടുക്കുകയെന്ന്. പിന്നെ ഞാൻ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് തലേന്ന് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ളതാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. അതുപോലെ തന്നെ നമ്മൾ മീൻ വാങ്ങിക്കുമ്പം അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഓരോ മീനും വാങ്ങിക്കുക. ചോദിക്കും ഇത് നല്ലതാണോ, അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് കിട്ടിയൊരു മീനാണിത്. ഇതിൻ്റെ പേര് തിളപ്പിയ എന്ന് പറഞ്ഞിട്ട്, ഈജിപ്ഷ്യൻ തിളപ്പിയാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ലുക്ക് കണ്ടപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു. പിന്നെയും ഓഫറിലുണ്ടായപ്പോൾ അങ്ങ് വാങ്ങിച്ചു നോക്കിയതാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മീൻ നമുക്ക് നല്ലപോലെ ഇഷ്ടമായി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി വെച്ചാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ഫ്രൈ ചെയ്യാനേ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൂടാണ്ട് തന്നെ നമ്മൾ കറി അങ്ങനെ വെക്കലുമില്ല, മീനൊക്കെ അധികവും ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ് കഴിക്കാറ്. കറി വെച്ചാൽ അങ്ങനെ അങ്ങ് പോവില്ല, ഉരുട്ടി അങ്ങ് കറി ബാക്കി അയച്ച് കളയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നേരത്തെ വാങ്ങിയ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് അയച്ചേന്ന്. ഞാൻ ഇപ്പം ട്രെയിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറ്, ഫ്രിഡ്ജിൽ തീരെ സ്പേസ് ഇല്ല, ചെറിയ ഫ്രിഡ്ജാണ് എൻ്റെത്. അപ്പോൾ പിന്നെ ട്രെയിലാക്കിയിട്ട് വെക്കുമ്പം നല്ല സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ ട്രെയിലൊന്ന് ആക്കിയിട്ട് എടുക്കുകയെന്ന്. പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തു വെച്ചു. അപ്പോഴേക്കും മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മറന്നു പോയിട്ടോ നേരത്തെ കറീൻ്റെ ബാക്കി ഫൈനലായിട്ടുള്ളത് കാണിക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിക്കായിട്ടാണ് കിട്ടുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളെന്തായാലും പറയാം. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കണ്ട, ട്രൈ ചെയ്യുമ്പോൾ കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കുക, നല്ല ടേസ്റ്റായിരുന്നു ഈ കറി. നമ്മളിവിടെ എപ്പോഴും വെള്ളക്കടല കറി വെക്കുമ്പം ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ അധികം വെക്കാറ്. എപ്പോഴെങ്കിലും മസാല പോലെ അങ്ങനെയൊക്കെ ആക്കാറുള്ളൂ, അധികം ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ, ഇപ്പം തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് സമയം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് ക്ലീനിങ് ആണ്. അപ്പോൾ സ്റ്റൗവും പിന്നെ മതിലും അതൊക്കെ അങ്ങ് മോശമായിട്ടുണ്ട്, ഫുൾ തെറിച്ചിട്ടൊക്കെ ഉണ്ട്, കറിയും പൊരിച്ചതിൻ്റെ ഒക്കെ. അപ്പോൾ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ സ്റ്റൗവിൽ ഒന്ന് ലിക്വിഡും സ്ക്രബ്ബറും വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കും കേട്ടോ, എന്നിട്ട് പിന്നെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മതിലിന് ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക, അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പറ്റി പിടിച്ച് കഴിഞ്ഞാൽ എത്ര തുടച്ചാലും പോവില്ല. അപ്പോൾ പിന്നെ അതിന് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണം.
അപ്പോൾ ഇൻഷാല്ലാ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ് തൊട്ട് ഒരു നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു കറിൻ്റെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും കൂടി പറയാം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെന്താ, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.